സിക്കെ നേരത്തെയൊക്കെ അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്, ആളുകൾ വീണ്ടും വീണ്ടും എത്തുന്നുണ്ട്. ഇന്നലെ ഈ ഒരു മരണവിവരം, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നിമിഷത്തിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ കാണുകയാണ്, ദൃശ്യങ്ങളിലൂടെ കാണുകയാണ്. വിജനമായിരുന്ന ഒരു ആശുപത്രി വരാന്ത പിന്നീട് ആളുകളുടെ ഒഴുക്ക് നമ്മൾ കാണുകയാണ്. ഇന്നിപ്പോൾ ഈ പുലർച്ചെയാണ് എം ഡിയുടേതായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്, എങ്ങനെയായിരിക്കണം മരണാനന്തരം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി. അതൊക്കെ അനുസരിച്ചുകൊണ്ട് അതിനൊക്കെ പ്രകാരമാണ് ചടങ്ങുകൾ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പറയൂ. തീർച്ചയായും അതെ. കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ മരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നും ഒരു മരണം എത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് എന്നത്, വിലാപയാത്രകൾ, അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ എല്ലാം തന്നെ ഈ ആധുനിക കാലത്ത് വന്ന മാറ്റം, ഒരു കെട്ടുകാഴ്ചയുടെ ഒരു കാലത്തിലേക്ക് ഇവയെല്ലാം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാഴ്ചയുടെ ഒരു കൊയ്മ എന്ന് പറയുന്ന ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് അതിലൊന്നും താൻ പെടരുത് എന്ന് ഇപ്പോഴും കർക്കശമായ ബോധ്യത്തോടുകൂടി നിലനിന്ന ഒരു മനുഷ്യനാണ് എം.ടി. വാസുദേവൻ നായർ. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ദിവസങ്ങളോളം പൊതുദർശനം നടത്താൻ ആൾക്കാർ ഒഴുകിയെത്താൻ മാത്രം എഴുത്തുകാരും വായനക്കാരും ആരാധകരും അതിൽ ഉൾക്കൊണ്ട ആൾക്കാരും, പ്രത്യേകിച്ച് സിനിമ പോലുള്ള അതിവിശാലമായ ക്യാൻവാസിൽ അദ്ദേഹം നടത്തിയ രചനകളുടെ എല്ലാം തന്നെ പ്രതിഫലനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടാകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർക്ക് വരണമെന്നും കാണണമെന്നും ആഗ്രഹമുണ്ടാകും. കാരണം അത്രമാത്രം ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കെട്ടുകാഴ്ചകൾക്കും താൻ പെടരുത് എന്ന ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തൻ്റെ മൃതദേഹവുമായി ഒരു ഘോഷയാത്ര നടത്താൻ പാടില്ല. ഒരു കാഴ്ചക്കാർക്ക് നോക്കുകയും ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പൊതുദർശനം പാടില്ല. അതുകൊണ്ട് മൃതദേഹമാണ്, അത് ഏറ്റവും വേഗം തന്നെ സംസ്കരിക്കണം എന്ന ഒരു നിലപാടാണ് അദ്ദേഹം അവസാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ഇതിനു മുൻപ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. അദ്ദേഹം അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഈ സിതാര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹം ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ കിടക്കുകയാണ്. ഒറ്റപ്പെട്ട് ആൾക്കാർ ഈ പുലർച്ചയ്ക്ക് ഈ സമയത്ത് പോലും കാണുന്നതിന് വേണ്ടി വരുന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. ഒരാൾ ആണ് വരുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് എം.ടിയോടുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം അത്രമാത്രം വലുതാണ് എന്ന് തന്നെ അദ്ദേഹം പറയാം. എന്നാൽ അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പല രചനകളിലും അദ്ദേഹം മരണത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞൊരു മരണം സാധാരണ പിറവി പോലുള്ള ഒരു ചടങ്ങാണ്, അത് ഒരു ആഘോഷമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശത്രു എന്ന കഥയിൽ ഒരു കഥാപാത്രം മരണത്തെക്കുറിച്ച് പറയുന്നത് അതിനേക്കാളും കുറേ കൂടി കടത്തിയിട്ടാണ്. മരണം അദ്ദേഹത്തിന് ഒരിക്കലും വ്യാകുലപ്പെടുത്തിയിരുന്നില്ല, കാരണം അദ്ദേഹം ജീവിതത്തെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് മരണത്തെ അദ്ദേഹം തിരിച്ചും മറിച്ചും എല്ലാം തന്നെ, മരണത്തെ പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം തന്നെ അദ്ദേഹം പല രീതിയിൽ പല കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് അയാളുടെ മുന്നിൽ പലപ്പോഴായി പല രീതിയിൽ കഥാപാത്രങ്ങളായും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള പ്രമേയങ്ങളായി എല്ലാം തന്നെ വന്നതാണ്. സതയം എന്ന് പറയുന്ന ആ സിനിമയ്ക്കകത്തുള്ള മരണത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ, സാമാന്യമായ ഒരു മനുഷ്യനും മരണം കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണ് സതയം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ കുറി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം അതിനെ ആന്തരികമായി പല രീതിയിലായി സംസ്കരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കൂടിയാണ് അദ്ദേഹം മരണത്തെ സമീപിച്ചിട്ടുള്ളതും മരണത്തെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നതും, എങ്ങനെയായിരിക്കണം മരണമെന്നും മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണമെന്നും. ഒരു കാരണവശാലും തന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മരണം ഇന്ന് സംഭവിച്ചത്. ഒരുപക്ഷെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ കുറേ കൂടി ദിവസങ്ങളിലേക്ക് ഈ കാര്യം നീണ്ടുപോകുമായിരിക്കും. പക്ഷേ അതിന് ഒരു കാരണവശാലും പാടില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ട് പോലുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എം.ടി. വാസുദേവൻ നായരെയാണ് ഇപ്പോൾ ഈ സിതാര എന്ന് പറയുന്ന എൻ്റെ പിറകിലുള്ള ഈ വീട്ടിൽ ഇപ്പോൾ ഈ ഭൗതിക ശരീരം
ഭീതിജനകമായി കിടത്തുന്നത്. നാളെ രാവിലെ മുതൽ ആൾക്കാർ ഇവിടത്തേക്ക് പ്രവഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരം 4 മണിവരെ ഈ വീട്ടിൽ പൊതുദർശനവും അതിനുശേഷം 5 മണിയോടുകൂടി മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കുകയും ചെയ്യണം എന്നാണ്. പക്ഷേ എത്രമാത്രം അത് ആ സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം ആൾക്കാർ പല രീതിയിൽ ഈ പല ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായാലും അദ്ദേഹത്തിൻ്റെ രചനകളായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായാലും എല്ലാം തന്നെ ഈ കോഴിക്കോട് നഗരം അങ്ങേയറ്റം ഇടപഴകി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ടൗൺ ഹാൾ, അതോടൊപ്പം തന്നെ ഈ അളകാപുരി എന്നൊക്കെ പറയുന്ന ഹോട്ടൽ, ബീച്ച് ഹോട്ടൽ, ഈ പറയുന്ന കൊട്ടാരം റോഡ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലെല്ലാം ഈ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ജീവനും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവിടെ തുടിപ്പുകൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. കാരണം ഇത്രമാത്രം ഒരു നഗരത്തിനകത്ത് അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി ഇടപഴകി ജീവിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ഈ കോഴിക്കോടും നഗരവും ഈ പരിസരങ്ങളും എല്ലാം തന്നെ പ്രമേയങ്ങളായും പശ്ചാത്തലങ്ങളുമായും പലതവണ പല രീതിയിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആദ്യം സംശയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് കൂടല്ലൂരിലേക്ക് കൊണ്ടുപോകും എന്നതൊക്കെയായിരുന്നു. പക്ഷേ അതൊന്നും പാടില്ല എന്നും കോഴിക്കോട് തന്നെ സംസ്കരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ ഒസ്യത്ത് എന്ന് പറയുന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് ഓരോ ആളിലും ഓരോ തരത്തിലുള്ള ഓർമ്മകളാണ്. മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സിനിമകളും അല്ലെങ്കിൽ ബാക്കിയെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഭീമസേനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം മനസ്സാൽ ഉൾക്കൊണ്ട ഒരു കഥാപാത്രമാണ്. മഹാഭാരതത്തിലെ ഭീമസേനൻ ബൃഹദാരകനായ അല്ലെങ്കിൽ ഭീമാകാരനായ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ എം ടി വാസുദേവൻ നായർ എഴുതിയ ഭീമസേനൻ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക അതിനൊപ്പം തന്നെ ആന്തരികമായ ലോകവും ഉള്ള ഒരാളായിരുന്നു എന്നാണെന്ന്. അത്ര വൈകാരികമായ രീതിയിൽ മോഹൻലാൽ ഈ എം ടി വാസുദേവൻ നായരുടെ ഈ ഭീമസേനൻ എന്ന കഥാപാത്രത്തെ താൻ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മന്ദ എന്നുള്ള വിളി ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട് എന്നാണ് മോഹൻലാൽ ആ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ പല കഥാപാത്രങ്ങൾക്കും ആഴത്തിൽ ഒരുപക്ഷെ എം ടി വാസുദേവൻ നായർ കാണുന്നതിനേക്കാളും അപ്പുറത്ത് അനുവാചകന്, വായനക്കാരന് കണ്ടെത്താൻ വേണ്ടി ശേഷിയുണ്ട്. കർണഭാരം എന്ന് പറയുന്ന നാടകം ബോംബെയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. കർട്ടൻ തുറന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ ബോംബെയിലെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ 3 പേരും ഇരിക്കുന്നു. ഒന്നാമത്തെ ദിവസം നാടകം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കർട്ടൻ ഉയരുമ്പോഴും വീണ്ടും അതേ സീറ്റിൽ അതേ ഓഡിറ്റോറിയത്തിൽ ഇവർ 3 പേരും ഇരിക്കുന്നു. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോഴും 3 പേരും ഇരിക്കുന്നു. മോഹൻലാൽ പറയുന്നത് തൻ്റെ നടനത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാകാം, തനിക്കെന്തോ പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് അങ്ങേയറ്റത്തെ ആകുലതയോടുകൂടി വേദിയിലേക്ക് സദസ്സിലേക്ക് താഴെ ഇറങ്ങി എം ടി വാസുദേവൻ നായരെ കാണുകയും എൻ്റെ അഭിനയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ അങ്ങേയറ്റത്തെ ദുഃഖഭരിതമായ വാക്കുകളിലൂടെ ചോദിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് 1 തവണയല്ല 2 തവണയല്ല 3 തവണ കണ്ടിട്ടും മതിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകാതെ ഈ 3ാമത്തെ ദിവസവും നാടകം കാണാനിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു അനുഭവം മോഹൻലാൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിൽ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും മാത്രം വലിപ്പമുള്ള ഒരു മഹാഭാരതം പോലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വ്യാഖ്യാനത്തിൻ്റെ തലങ്ങളുള്ള എഴുത്തുകളാണ് എം ടി വാസുദേവൻ നായർ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ളത്.